ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലാകാൻ ഇനിയും ദിവസങ്ങൾ എടുത്തേക്കും. ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ മുഴുവൻ ബന്ദികളെയും വിട്ടുനൽകില്ലെന്നാണ് ഹമാസ് നിലപാട്. ആക്രമണം അവസാനിപ്പിക്കുകയും ഇസ്രായേൽ സൈന്യം ഗസ വിടുകയും ചെയ്യണമെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞു. ഉപരോധം പിൻവലിച്ച് ഗസയിൽ സഹായം ഉറപ്പാക്കണമെന്നും ഹനിയ പറഞ്ഞു. ഇസ്രായേൽ പിന്മാറ്റമില്ലാതെ സമാധാനം കൈവരിക്കില്ലെന്ന് ഇസ്ലാമിക് ജിഹാദ് നേതാവ് സിയാദ് അൽ നക്കാലയും വ്യക്തമാക്കി. വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 112 പേർ കൂടി കൊല്ലപ്പെട്ടു. 17,000-ത്തിലധികം കുരുന്നുകൾ അനാഥരായതായി യുണിസെഫ് കണക്കുകളും പറയുന്നു. വിവരങ്ങളുമായി MCA നാസർ ചേരുന്നുണ്ട്. നാസർ, ഇപ്പോൾ ബന്ദിമോചന ചർച്ചകളും വെടിനിർത്തൽ കരാറുമൊക്കെ ചർച്ചകൾ തുടരുന്നതിനിടെ ഇപ്പോൾ ഇസ്മായിൽ ഹനിയ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. വെടിനിർത്തൽ ചർച്ചയും ബന്ദിമോചനവും ഗസയിലെ ആക്രമണം നിർത്താതെ ഇനി തുടരില്ലെന്നും വെടിനിർത്തൽ എന്നുള്ള ഒരു കാര്യത്തിലേക്കും ബന്ദിമോചനത്തിലേക്കും എത്തണമെങ്കിൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണമെന്നും ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ഒടുവിൽ ഗസയിലെ സ്ഥിതി നമ്മൾക്ക് പരിശോധിക്കാനായാൽ പറയാനാവുക? ഷഹന, ഇന്നലെ രാത്രി വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഖത്തറിന്റെ വിദേശകാര്യ വക്താവ് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. ഇസ്രായേൽ ഏറെക്കുറെ ഈ ഒരു കരാർ 2 മാസത്തെ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കരാർ ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നു. ഹമാസിന്റെ ഭാഗത്തു നിന്ന് പ്രാരംഭമായി ലഭിച്ചിരിക്കുന്നത് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ്. തുടർ ചർച്ചകളിലൂടെ ഈ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നായിരുന്നു മധ്യസ്ഥ രാജ്യം എന്ന നിലയ്ക്ക് ഖത്തറിന്റെ പ്രതികരണം. പക്ഷേ ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയയും അതോടൊപ്പം തന്നെ അല്പം മുമ്പ് ഇസ്ലാമിക് ജിഹാദിന്റെ നേതാവ് സിയാദും ചേർന്ന് സംയുക്തമായിട്ട് ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട്, 2 മാസത്തേക്ക് വെടിനിർത്താമെന്നും അതിനിടയ്ക്ക് ഘട്ടം ഘട്ടമായി ഇസ്രായേലി ബന്ദികളെയും പലസ്തീനി തടവുകാരെയും മോചിപ്പിക്കണമെന്ന നിർദ്ദേശം ഈ പ്രധാനമായിട്ടും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇത് തങ്ങൾക്ക് സ്വീകാര്യമല്ല. പൂർണ്ണമായി തന്നെ വെടിനിർത്തൽ ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ടും പിൻവാങ്ങേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിൽ വ്യക്തത വരാതെ കേവലമായിട്ടുള്ള ഒരു ചർച്ചകൾ നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം 1.5 മാസമോ 2 മാസമോ നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ നടക്കും. വീണ്ടും ആക്രമണം അതിന്റെ വ്യാപ്തിയിലേക്ക് ഇസ്രായേൽ കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ വിട്ടയക്കപ്പെട്ട ഫലസ്തീനികളെ പൂർണ്ണമായിട്ട് വീണ്ടും അറസ്റ്റ് ചെയ്യും. അത്തരമൊരു പ്രവർത്തനത്തിന് തൽക്കാലം തങ്ങളില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറിനെയും ഈജിപ്തിനെയും അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ തുടർ ചർച്ചകൾ നടന്നേക്കും. പൂർണ്ണമായിട്ടും തങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിലുള്ള കൂടിയാലോചനകൾക്ക് തങ്ങൾ എതിരല്ല എന്ന് ഹമാസും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ കൃത്യമായിട്ടുള്ള ഈ ഉപാധികൾ ഇത് അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ വെടിനിർത്തൽ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്മായിൽ ഹനിയ ഈജിപ്തിൽ തന്നെ തുടരുന്നുണ്ട്. ഇസ്ലാമിക് ജിഹാദിന്റെ നേതാക്കളുമായിട്ടും അനൗപചാരിക സ്വഭാവത്തിൽ ഖത്തറും ഈജിപ്തും ചർച്ചകൾ തുടരുകയാണ്. ഒരുപക്ഷെ ഈ ചർച്ചകളിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു നിലപാട് മാറ്റം ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. ഇനി ഇസ്രായേൽ പ്രത്യേകിച്ച് ബന്ദികളെ മോചിപ്പിക്കണമെന്ന വലിയ പ്രക്ഷോഭം ഇസ്രായേലിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രായേൽ കടുത്ത പ്രതിഷേധം തുടരുന്നുണ്ട്. പ്രതിഷേധക്കാർക്കെതിരെ കടുത്ത നടപടിയും ഇസ്രായേൽ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ മന്ത്രിസഭയ്ക്കെതിരെയും പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെയും ഇസ്രായേലിനകത്ത് തന്നെ അമർഷങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ബന്ദിമോചനം ഇസ്രായേലിന് മേലുള്ള വലിയ സമ്മർദ്ദം തന്നെയാണ്. ഒരു ബന്ദിക്ക് 1000 ഫലസ്തീൻ തടവുകാർ എന്നുള്ള രീതിയിലായിരുന്നല്ലോ കരാർ പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗസയിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഇസ്മായിൽ ഹനിയും ഹമാസും നിലപാട് ഉറപ്പിക്കുമ്പോൾ വീണ്ടും ഇസ്രായേലിന് മേൽ സമ്മർദ്ദമേറുകയല്ലേ? എന്തായിരിക്കും ഇനി ഇസ്രായേൽ എടുക്കാൻ പോകുന്ന നിലപാട്? ഇതേ സമയം തന്നെ ഇവർ ആക്രമണം തുടരുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ ഒരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും സഹന, കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാനോ അല്ലെങ്കിൽ ഈ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി ആക്രമണം നിർത്താനുള്ള ഒരു സൂചനയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല പുറമേക്ക് പറയുന്നത് പോലെയല്ല, ഇപ്പോൾ കൂടുതൽ വ്യാപ്തിയിലേക്ക് ആക്രമണം ദീർഘിപ്പിക്കുകയും അങ്ങനെ ഇപ്പോൾ നടക്കുന്ന നരഭേദത്തെ കുറെ കൂടി വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകാനുള്ള വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ റഫ ഭാഗത്തേക്ക് കൂടി കരയാക്രമണം ശക്തമാക്കാനുള്ള ഒരു തീരുമാനവും ഇന്ന് ഇസ്രായേൽ പ്രതിരോധ മേധാവികൾ, പ്രതിരോധ സേനയും
അതോടൊപ്പം തന്നെ സൈനിക മേധാവികളും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ റഫേലാണ് ഇപ്പോൾ പിന്നെ ഈ ആളുകൾ വടക്കൻ ഗസയിൽ നിന്നും മറ്റും പിൻവാങ്ങിയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ അധിവസിച്ചിരിക്കുന്നത് അവരെ കൂടി കൂടുതൽ പിന്നെ കുരുതിയിലേക്കും കൂടുതൽ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റഫേലിലേക്ക് കൂടി ഈ കരയാക്രമണം വ്യാപ്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം. ഇക്കാര്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ഈ ആക്രമണത്തിന് പിന്നെ അറുതി വരുത്താതെ ആക്രമണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുകയും സൈനിക പിന്മാറ്റവും ഇല്ലാതെ ഒരു കരാറിൽ ഒപ്പിടുന്നതിൽ പ്രസക്തിയില്ല എന്നൊരു നിലപാടിലേക്ക് ഹമാസ് എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ അമേരിക്ക വലിയ സജീവമായി തന്നെ അവർ രംഗത്തുണ്ട്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഇനിയും ഈ ഒരു ആക്രമണം തുടരുന്നതിനോട് അമേരിക്കയ്ക്കും താല്പര്യമില്ല. പ്രത്യേകിച്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബൈഡന്റെ ജനപ്രീതി വലിയ തോതിൽ തന്നെ ഇടിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു യുദ്ധവിരാമം വേണം എന്നൊരു അഭിപ്രായം അമേരിക്കക്കുള്ളിൽ തന്നെയുണ്ട്. അത് മാത്രമല്ല വെസ്റ്റ് ബാങ്കിൽ ഈ ജൂത കുടിയേറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി കൈക്കൊള്ളാനുള്ള തീരുമാനം അമേരിക്ക ഇന്നലെ കൈക്കൊണ്ടിരുന്നു. അതുമാത്രമല്ല ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാരത്തിനുള്ള ശക്തമായിട്ടുള്ള നീക്കങ്ങളും തങ്ങൾ ആരംഭിക്കുന്നതായിട്ടുള്ള സൂചനയും അമേരിക്ക നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം അല്ലെങ്കിൽ ഗസ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തണം എന്ന ഒരു ആഗ്രഹം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഇനി നടക്കാൻ പോകുന്ന വെടിനിർത്തൽ ചർച്ചകളെ വലിയ തോതിൽ തന്നെ സ്വാധീനിച്ചേക്കും. ഏതായാലും ഹമാസ് നേതൃത്വം ഈജിപ്തിൽ തന്നെ തുടരുകയാണ്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചർച്ചകളിലൂടെ ഇരുഭാഗത്തേക്കും ഒരു രമ്യമായിട്ടുള്ള തീർപ്പ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഏറ്റവും അവസാനമായിട്ട്. നാസർ, അതേസമയം നമ്മൾ ഗസയിലെ ജനങ്ങളുടെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ റഫേൽ ലക്ഷക്കണക്കിന് പേർ തമ്പടിച്ചിരിക്കുകയാണ്, അഭയാർത്ഥികളായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ സ്ഥിതി കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങോട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ പോലും ഇസ്രായേൽ തടയുന്നതായി UN പോലും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിൽ ഗസയിൽ ജനതയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താവും? അവർ കടുത്ത പട്ടിണിയിലേക്കെന്ന സൂചനകൾ മുന്നേ തന്നെ UN നൽകിയിരുന്നു. ഈ പട്ടിണി മരണത്തിലേക്ക് ഗസ എത്തില്ലേ? 17,000-ത്തിലധികം കുട്ടികൾ ഇപ്പോൾ അനാഥരാണ്. ഈ ഒരു സ്ഥിതി കൂടെ പരിശോധിച്ചാലോ? ഷഹന, തീർച്ചയായിട്ടും. കാരണം പിന്നോട്ട് വന്നപ്പോൾ 119ാമത്തെ ദിവസമാണ് ഈ ആക്രമണം അതിന്റെ വ്യാപ്തിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഈ സഹായ വസ്തുക്കൾ എത്തിക്കാനും ജനങ്ങളുടെ ഈ ദുരിതം കുറയ്ക്കാനുമുള്ള നീക്കങ്ങൾ പോലും ഇസ്രായേൽ ഇടപെട്ടുകൊണ്ട് തടയുകയാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദമോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കോടതിയുടെ ഇടപെടലോ ഒന്നും തന്നെ ഇസ്രായേലിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ദുരിതം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ മരണസംഖ്യ 27,131 ഇന്നത്തെ കണക്ക്. 66,287 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ സമീപകാലത്തെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ അതിക്രൂരമായിട്ടുള്ളൊരു നരമേധം തുടരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. UN ഏജൻസികൾക്കുള്ള ഫണ്ട് പോലും തടഞ്ഞുകൊണ്ട് ഈ ഇസ്രായേലിന്റെ നീക്കങ്ങൾക്ക് കുറെ കൂടി പ്രത്യക്ഷവും പരോക്ഷവുമായിട്ട് കരുത്തു പകരുന്ന സമീപനമാണ് വൻശക്തി രാജ്യങ്ങൾ പോലും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സഹായ വസ്തുക്കൾ എത്തിക്കാനുള്ള ഒരു നീക്കം പോലും ഏറ്റവും പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.